ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോകാട്ടോ, അതിന്റെയാണ് ഈ വ്ളോഗ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് എടുക്കണില്ലേ. എന്തായാലും ഓൺ വോയിസ് എടുക്കണില്ല, എന്നാൽ കുറച്ച് വെറൈറ്റി ആകാല്ലേ. ഇപ്പൊ എങ്ങനെ കുറച്ച് വെറൈറ്റി ആയില്ലേ? അപ്പൊ ഞാൻ അച്ഛൻ ഇന്ന് സ്കൂട്ടിയിലാട്ടോ പോണത്. എറണാകുളം വരെയാട്ടോ നമ്മൾ പോണത്. എനിക്ക് ബൈക്കിനെ കാട്ടി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ സ്കൂട്ടി പോണത്. കുറച്ച് കംഫർട്ടാണെന്ന് തോന്നി കേട്ടോ. കാലിനും കൈക്കൊന്നും വലിയ വേദനയൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവിന്റെ അടുത്തോട്ടാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം അത് ഉടക്കിട്ടെങ്കിൽ ഞാൻ കുറച്ച് ഓടിച്ചു കേട്ടോ. കുറച്ച് ഓടിച്ചിട്ട് ഞാൻ പിന്നെ അവന്റെ കൊടുത്തു. എറണാകുളം എത്താറായപ്പോ ഞാൻ അവന്റെ കൊടുത്തു. അച്ഛനുള്ളപ്പോ ഞാൻ അങ്ങനെ വണ്ടിയൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പൊ ഞാൻ നേരെ പോയത് മിഡാസിലേക്കാണ്. എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം എന്താ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ മിഡാസിലേക്ക് പോയി കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വരാവേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സാധനങ്ങൾ നോക്കി ഇറന്നിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തോളൂ. എനിക്കൊരു ഹെയർ മേടിക്കണമായിരുന്നു, അതിന്റെ വീഡിയോ മാത്രം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വീഡിയോ ആണ് പിന്നെ എടുത്തത്. സാധനങ്ങൾ എടുക്കാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ട്. ഇവനൊക്കെ ഒരു മൂലയ്ക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ റഹ്മാനിയെ പോയി ബിരിയാണി കഴിച്ചു കേട്ടോ. പനിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ബിരിയാണിക്കൊന്നും ഒരു കുറവ് പറ്റില്ല ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോയി. എനിക്ക് കുറച്ച് അസംകൃത സാധനങ്ങൾ, എൻ്റെ തുന്നൽ സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. അപ്പം അവിടെ പോയിട്ട് എൻ്റെ ബീറ്റ്സും കാര്യങ്ങളൊക്കെ മാത്തർ ബസാറിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഓടി പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ സിറ്റിയിലേക്ക് കളക്ഷൻ വന്നിട്ടൊക്കെ സിറ്റി കളക്ഷൻ വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. എനിക്ക് അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പാർലറിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് എടുത്തത്. അവിടെ നേരെ വന്ന് നമ്മളൊരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ടു. അതൊക്കെ കുടിച്ചപ്പോൾ ഒരു റീഫ്രഷിങ് ആയിട്ടോ ബോഡിയൊക്കെ. അതും പോരാതെ ഞങ്ങൾ പുറ്റും കടലിലും അത് 2 ചായയും കുടിച്ച് 2 കട്ട്ലേറ്റും കഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ഞാനിനി എൻ്റെ യഥാർത്ഥ സൗണ്ടിൽ സംസാരിക്കുന്നതായിരിക്കും. ഹലോ ഗായ്സ്, കുറെ ചാക്ക് കെട്ടുണ്ടല്ലോ എൻ്റെ കയ്യിൽ. അപ്പം ഈ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് പോയത്. അപ്പം നമ്മള് ഫസ്റ്റ് മിഡാസിലേക്കാട്ടോ പോയത്. മിഡാസിൽ പോയിട്ട് മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് അവരുടെ സ്പെഷ്യൽ കിറ്റാട്ടോ. എന്ത് കിറ്റ്? ഞങ്ങളുടെ ഇവിടെ മറ്റേ ഇങ്ങനത്തെ കിറ്റിനൊക്കെ മാമാട്ടി കിറ്റ് എന്ന് പറയും കേട്ടോ. പ്ലാസ്റ്റിക് 50 പൈസയുടെ കിറ്റിനൊക്കെ മാമാട്ടി കിറ്റ് എന്ന് പറയും. ഞാൻ ഈ ഇടയ്ക്കാണ് അറിയണത്. ഞാൻ ചേർത്തലയില് ഒരു വർക്കിന് പോയപ്പോഴത്തേക്കും ഞാൻ ചേച്ചി ഒരു മാമാട്ടി കിറ്റ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി പറയും എന്ത് കിറ്റ് എന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി മാമാട്ടി കിറ്റ്. അപ്പൊ ആ ചേച്ചി മാമാട്ടി കിറ്റ് ഇല്ലടാ, ഇത് ഇവിടെ ഇല്ലടാ. അപ്പൊ ഞാൻ പറയും ചേച്ചി 50 പൈസയുടെ കിറ്റ് ഉണ്ടോന്ന് വെച്ചു. അതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ മാമാട്ടി കിറ്റാണ് ഗൈസ്. പക്ഷെ ഞാൻ കുറച്ച് പൈസക്കാണ് മേടിച്ചത്. കുറച്ച് കൂടുതൽ പൈസക്ക് മേടിച്ചത് ചേട്ടന്റെ കിറ്റ്. ഇത്രയും വലിയ കിറ്റായിരുന്നു. അതിനകത്ത് മിഡോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മിഡോസ് എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി ഷോപ്പാണ്, ബ്യൂട്ടി മാർട്ടാണ്. അപ്പൊ നമ്മൾ അവിടെ പോയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യും കേട്ടോ. ഈ മിഡോസിന്ന് ഓർഡർ ചെയ്യും. മിഡാസ് ഉണ്ട്. ഇത് മിഡാസ് ആട്ടോ. ഇത് മിഡോസ് ഉണ്ട്. മിഡോസ് കണ്ണൂരിലും കണ്ടോ. അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ എടുക്കുന്ന കാര്യത്തില്, ബാഗിന്റെ കാര്യത്തില്. മിഡാസ് ഉണ്ട്, മിഡോസ് ഉണ്ട്. പിന്നെ അനീസ് അൻസാരയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഷോപ്പ് ഉണ്ട്. പിന്നെ ലുലുവിൽ ചെന്നാൽ കിട്ടും നമുക്ക് നൈക്കയുടെ ഷോപ്പ്, അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ആയിട്ട് ഇങ്ങനെ കുറച്ച് മിഡോസ്, സിറ്റി കളക്ഷൻ. അവിടെ സിറ്റി കളക്ഷനിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ നമുക്ക് എല്ലാ ബ്രാൻഡ് കിട്ടുമെന്ന് എനിക്കറിയില്ല. മേക്കപ്പ് ഐറ്റംസ് ഞാൻ കൂടുതലും പാർലർ ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഹെയർ എക്സ്റ്റൻഷൻ ആയിട്ട് മേടിച്ചത്. എനിക്ക് നാളെ വർക്ക് ഉണ്ട്, അതിന് തന്നെ മേടിച്ചത്. എൻ്റെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ബ്രൈഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 യൂസ് 2 യൂസ് ഒക്കെ പറ്റത്തുള്ളൂ ഈ ഒരു ബ്രൈഡൽ ഹെയറിന്. അതിൽ കൂടുതലൊന്നും പറ്റൂല. പിന്നെ നമ്മൾ അത് ഇതുണ്ട് നല്ല വേവിയായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ളത് ഈ സാധനം, ഈ സ്ട്രിപ്പ് ഇത്രയും വലുതാ. വിട്ട് കൂടുതലാ. ലെങ്ത് ഓക്കെയാണ്, വിട്ട് കൂടുതലാ. പക്ഷെ ഇത് ഓക്കെ ആട്ടോ, കുഴപ്പമില്ല. നല്ല കേളും ഉണ്ട്, ഹൈലൈറ്റും ഉണ്ട്. ഞാൻ ആദ്യമേ ഹൈലൈറ്റ് വെച്ചപ്പോൾ നല്ല വൃത്തിയുടെ കളറാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് അത്രയും കളർ ഇഷ്ടമല്ല കേട്ടോ. ഒരു മീഡിയം ഹൈലൈറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്നേന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കണ്ട് വഴകി പിന്നെ അതിന്റെ സാധനങ്ങളൊക്കെ പോയി അങ്ങനെയൊക്കെ ആകുന്നതായിരിക്കും. പിന്നെ ഒരു ഇത് മേടിച്ചിട്ടോ, ഹെയർ ക്ലിപ്സ്. അത് വിഡോസിന്ന് മേടിച്ചല്ലോ കേട്ടോ. ഈ കിറ്റിലായി പോയതാണ്. ഇത് ഞാൻ ആലപ്പുഴ വന്നിട്ട് ഞാൻ മേടിച്ച, എറണാകുളത്ത് ആലപ്പുഴ വന്നിട്ട് മേടിച്ചേട്ടാ. ഇതിനേതാണ്ട് റേറ്റ് കുറവാണ്, 105 രൂപ ഏതാണ്ടേ ഉള്ളൂ. പക്ഷെ വിഡോസിൽ അത്യാവശ്യം റേറ്റാണ് ഇതിനൊക്കെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും കേട്ടോ. പിന്നെ ഇവനാണ് മെയിൻ, ഫോർ എവർ 52ന്റെ. ഇത് ഒരു കൺസീലർ കേട്ടോ. ഞാൻ ആഗ്രഹിച്ചാണ് എല്ലാ കൺസീലും കൂടെ വരണ ഒരു കൺസീലർ പാലറ്റ് മേടിക്കണമെന്ന്. ഇത് ഞാൻ ഓൾറെഡി ഇതെല്ലാം പൊട്ടിച്ച് അമ്മേനെ കാണിക്കാം കേട്ടോ. വരുമ്പോ തന്നെ അമ്മ എന്തൊക്കെ മേടിച്ചെന്ന് നോക്കുമ്പോൾ എല്ലാ ലിസ്റ്റും എടുത്ത് കാണിച്ച്
എല്ലാത്തിൻ്റെയും പ്രൈസും ചെക്കും. ഇതെത്രേ ഒരു സമാധാനം. അമ്മ ഇവിടുന്ന് പോയപ്പോഴും പറഞ്ഞു കയ്യിലുള്ള കാശൊന്നും കളയില്. അമ്മ കണ്ട എല്ലാ കടച്ചാണ്ടി സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരും. കയ്യിലുള്ള ഞാൻ ഇപ്പോൾ ഒരു 5000 രൂപ പോയി അത് ഫുള്ള് അവിടെ പൊടിച്ചിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് അവിടെ കാണുമ്പോൾ ഓക്കെ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് യൂസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊന്നും മേടിക്കണം. നമ്മുടെ ബ്രൈഡ്സിന് ഇതിപ്പോൾ തന്നെ ആണെങ്കിലും ഇത് എബോ 2000 മേളുണ്ട്. ഏകദേശം എത്രയാണ് ഞാൻ പറയാം. ചുമ മാറിയിട്ടില്ല ഗൈസ്. 2999 എന്ന് വെച്ചാൽ 3000 റുപ്പീസിൻ്റെ സാധനമാണ് ഗൈസ്. നമ്മുടെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം മേടിക്കണത്. എല്ലാ ക്വാളിറ്റി സാധനം യൂസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു സാധനവും ഞാൻ ലോക്കൽ യൂസ് ചെയ്യത്തില്ല. Forever 52ൻ്റെ ബ്രാൻഡ് അടിച്ചാലറിയാം. അയ്യോ എടാ ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. പുതിയ സാധനം ആയതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട്. എല്ലാ കറക്റ്ററും ഉണ്ട്. പിന്നെ എന്താ നമുക്ക് ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫുള്ള് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് നാളെ കൊണ്ടുകൊണ്ട് ഇനി കവറിലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അവിടെ നിന്ന് തന്നെയാണ് എനിക്ക് കൂടുതൽ പൈസ ആയത് ഗൈസ്. ഇതൊരു ലാക്മിയുടെ ഒരു ബ്ലെൻഡർ കേട്ടോ, മേക്കപ്പ് ബ്ലെൻഡർ. ഇതും ചെറിയ ബ്ലെൻഡർ, പ്രൊഫഷണൽ മേക്കപ്പിന് പറ്റിയ ഒരു ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ കേട്ടോ. പിന്നെ ക്രൈലോണിൻ്റെ ഒരു ലിക്വിഡ് ബ്ലെൻഡർ കൂടാട്ടോ. ഞാൻ ഇൻഗ്ലോട്ടിൻ്റെ ആട്ടോ യൂസ് ചെയ്ത്. ഞാൻ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് തീരാറായി. ഇത് ഇൻഗ്ലോട്ടിൻ്റെ ഇതാട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും അത്യാവശ്യം നല്ല കവറേജ് ആട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റാണ്. നൈക്കയിലാകുമ്പോൾ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഷോപ്പിൽ പോയാൽ അവർ GST അതിൻ്റെ മേളത് ഇതെല്ലാം എടുക്കും. അതുകൊണ്ട് നമുക്ക് നൈക്കയിൽ നിന്ന് മേടിക്കണം ഓഫർ കിട്ടും. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു കോണ്ടൂർ പാലറ്റ് നോക്കി. അത് എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഫ്രീ ഹൈലൈറ്റിങ് ഒരു പാലറ്റ് എന്തിൻ്റെ ഒരു ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷെ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയി. പക്ഷെ ഞാൻ ആ സമയത്ത് തന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ കിട്ടിയേനെ. പക്ഷെ കറക്റ്റ് സമയത്ത് എൻ്റെ കയ്യിൽ കാശില്ലാണ്ട് പോയി. ഇത് ക്രൈലോണിൻ്റെ ഇതുപോലെ ലിക്വിഡാട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് തീർന്നു. ഗാലി. അപ്പം ഇതാണ് ഞാൻ മിഡോസിൽ നിന്ന് മേടിച്ച കേട്ടോ. ഇത് നമ്മളിപ്പോൾ ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളി ബ്രാൻഡഡ് ഒരു ഇപ്പം നമ്മൾ എന്താ പറയുക ലുലുന്ന് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് വലിയ ബ്രാൻഡഡൊക്കെ സാറയുടെ ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കിറ്റൊക്കെ കാണിച്ചിട്ട് വരുന്ന പോലെ മിഡോസിൻ്റെ കിറ്റ് കാണിക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഇങ്ങനെ എറണാകുളംകാരെല്ലാം ഇങ്ങനെ തോന്നുന്നു. ഇവിടെ എല്ലാം ഹോൾസെയിൽ കിറ്റ്സാണ്. നമ്മുടെ നെക്സ്റ്റ് കവർ വരുന്നത് ഇത് ഇത്തിരി അത്യാവശ്യം വലുതാണ്. എന്നാൽ അത്രയും പൈസ ഇല്ല ഗീസ്, കുറച്ച് പൈസയുള്ളൂ. എന്ന് വെച്ചാൽ അതൊക്കെ ബ്രാൻഡഡ്, ഇതൊക്കെ ലോക്കലേ. അങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് പാർലറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ. നമുക്കിപ്പോൾ ഹെന്ന ഞാൻ കൂടുതലും ചെയ്ത് കൊടുക്കാറില്ല. വീട്ടിൽ പാർലർ ഇട്ടുകൊണ്ട് അങ്ങനെ ആരും വരത്തൂല്ല. പിന്നെ ഇവിടെ എല്ലാം അലങ്കോലോ. ഞാൻ ഹെന്ന ഇട്ട് വരുമ്പോൾ ഞാൻ അലങ്കോലോ. അല്ലെങ്കിൽ നമ്മൾ പാർലർ അതുപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒരു നമുക്ക് എന്താ ഫേഷ്യലിനൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ബൗളാട്ടോ. എൻ്റെ ഒരു വൈറ്റ് ബൗൾ ആയിരിക്കണം. പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ചത് ലോറിയലിൻ്റെ ഒരു സെറവാണ്. പിന്നെ നേച്ചേഴ്സിൻ്റെ ഒരു ഡയമണ്ടിൻ്റെ കിറ്റ്. ഡയമണ്ടിൻ്റെ ഇത് ഓക്സി ലൈഫിൻ്റെ ഒരു ബ്ലീച്ച് കിറ്റ് കേട്ടോ. പിന്നെ 2 ഹെഡ് ബാൻഡ്. ഈ കുഞ്ഞാപ്പി മുടിയൊക്കെ എടുത്ത് മാറ്റി നമുക്ക് നല്ല ഫേഷ്യലൊക്കെ ഇട്ട്. ഇത് 2 മേടിച്ചിട്ടോ. ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. പിന്നെ ഇത് തീർന്നു പോയായിരുന്നു. ഇത് ഇതാണ് ഗൈസ് നമ്മുടെ മാജിക്കൽ സ്പോഞ്ച്. ഇത് വാട്ടറിൽ ഇട്ടാൽ ഇത് ഈ സാധനം റൗണ്ടായിട്ട് വരും കേട്ടോ. ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാലും പിന്നെ കാണിച്ചു തരും. ഈ സാധനം ഉണ്ടാ, ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട വീർത്ത് വട്ടം കണക്ക് വരും. പിന്നെ സെക്ഷൻ ക്ലിപ്പ് അറിയാമല്ലോ നമുക്ക്. എനിക്ക് പാർലറിലേക്ക് ചിലപ്പോൾ ഞാൻ എടുത്തു വെക്കുന്നത് അകപ്പാട് 6 ഉണ്ടായിരുന്നു. അത് ഇത്രയും നാളും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിച്ചിട്ടില്ല. ഇടയ്ക്ക് ഞാൻ തലയിൽ കുത്തിക്കൊണ്ട് നടന്നു. അപ്പം ഇത്
നമ്മൾ കുറച്ച് പാർലറിലേക്ക് വെക്കുവാണെങ്കിൽ എനിക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഞാനിവിടെ പാർലറിൽ വരുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാൾ ഹെയറിൻ്റെ ചെയ്യാൻ വരികയാണ്, ഞാൻ ഉടനെ ബാഗിനകത്ത് പോയി സെർച്ച് ചെയ്ത് ഇത് എവിടെ ഇരിക്കണം അതെടുത്തുകൊണ്ട് വരും. അതിൻ്റെ യൂസിലുണ്ട്. ഇവിടെ ഓർണം അവിടെ ഓർണം. പിന്നെ ഒരു വെറ്റ് ടിഷ്യൂ കേട്ടോ. വെറ്റ് ടിഷ്യൂ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പാർലറിലേക്ക് മേടിച്ചാൽ വെറ്റ് ടിഷ്യൂ. ഇത് എവിടെ പോയാലും ഞാൻ ഒരെണ്ണമെങ്കിലും മേടിച്ചിരിക്കും. കേസ് ടെയിൽ കോമ്പാട്ടോ, സ്റ്റീലിൻ്റെ. പിന്നെ ഫേഷ്യൽ റൈസർ. ഇതെന്തുവാ ഈ കുഞ്ഞുണ്ട പ്രശ്നത്തിനകത്ത്? ഇതെന്തുവാ? ഇത് സ്പാ ചെയ്യുമ്പം ആൻറ്റി ഡാൻഡ്രഫ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് കേട്ടോ. അപ്പം ഇതിന് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. അതെല്ലാ പാർലറിലും അങ്ങനെ തന്നെയാണ്, ആൻറ്റി ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ഇത് നമ്മുടെ ലോറിയലിൻ്റെ ബ്രാൻഡഡ്. നമ്മളെല്ലാം ബ്രാൻഡഡ് യൂസ് ചെയ്യണം. യെസ്. പിന്നെ ബ്രഷ് അത്രേ ഉള്ളൂ. അതും കഴിഞ്ഞു. ഇതെല്ലാം എടുത്തിടട്ടെ, അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ കൊളാബറേഷൻ. ഇതെനിക്ക് ഫ്രീ തന്നെ കേട്ടോ അവർ. ഇത് എന്താ അവരുടെ പേജ് ഒന്ന് പേജിൽ എന്തെങ്കിലും ഒരു ഇതിടുവാണെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഇടാലോ, ഗിഫ്റ്റ് എന്താക്കിയോന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചത്. അവരെനിക്ക് പാക്ക് തന്നിട്ട് എന്തായാലും ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ അവർക്ക് റിവ്യൂ ഇട്ടപ്പോൾ എനിക്ക് പാക്ക് തന്നു. അച്ചു റിവ്യൂ ഇട്ട് അച്ചുവിനെ പാക്ക് വെച്ചു. അച്ചുവിന് പിസ്ത കിട്ടിയത്, എനിക്ക് ടീയും. അവനോട് ചോദിച്ചു അമ്മച്ചിക്ക് ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, നിനക്ക് കിട്ടിയത് നീ എടുത്തോ, എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തോളൂ. ഞാൻ എന്താണ് സന്തോഷം. പിന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തർ ബസാറിൽ പോട്ടോ. അപ്പം ഈ ഒരു സീക്വൻസ് കുറേ നാളായിട്ട് തീർന്നിരിക്കുകയാണ്. ഈ ഒരെണ്ണം മേടിച്ചു. പിന്നെ ഇത് നമുക്ക് ഭയങ്കരമാട്ടോ, എല്ലാ വർക്കിനും ഈ ഒരു ബീഡ്സ് നമുക്ക് അത്യാവശ്യം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്താൽ ചിലപ്പോൾ ഇവിടെ എല്ലാം ഇടും. എൻ്റെ കൈ തട്ടി തന്നെ തറയിൽ വീഴും. ഞാൻ പിന്നെ പെറുക്കാൻ പോകത്തില്ല, ഞാൻ തൂത്തുവാരി കളയും. ഇത് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ കുറച്ചായിട്ട് പോയി ലാസ്റ്റ് കുറച്ചാകുമ്പോഴേ ഓർക്കും അയ്യോ ഇത് കളയേണ്ടിയിരുന്നില്ല, എടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് കിട്ടുണ്ടാകും. അങ്ങനെ മനം തോന്നി ലാസ്റ്റ് ഞാൻ ഇത് മേടിക്കും. എന്നാലും ഇതൊക്കെ തന്നെ എനിക്ക് കാണിക്കാൻ പോകണം. നമുക്ക് ധൃതിയാ, ആ സമയത്ത് ധൃതിയാ. അപ്പോൾ ഹാൻഡ് വർക്ക് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ പാർലർ വർക്ക് വരും. എല്ലാം കൂടെ എനിക്ക് എല്ലാം വരുമ്പോൾ ഒരുമിച്ച് വരത്തുള്ളൂ. അതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യണൊരു തൊഴിലായിരുന്നു ഹാൻഡ് വർക്ക്. അതുകൊണ്ട് എനിക്കത് വിട്ട് കളയാൻ എനിക്ക് തോന്നത്തില്ല. വീട് വാതിക്കെ വന്ന് നിൽക്കണമല്ലേ, അപ്പോൾ എങ്ങനെ കളയാം? അമ്മ പറയും നിനക്ക് കിട്ടണമല്ലേ, നീ ആയിട്ട് കണ്ടുപിടിച്ച ഒരു തൊഴിലാണ്, അപ്പോൾ നിനക്ക് കളയണം എന്തിനാന്നൊക്കെ അമ്മയോട് ചോദിക്കും. ഇത് അതിൻ്റെ തന്നെ ഷുഗർ ആട്ടോ, മൾട്ടി കളറിൻ്റെ തന്നെ ഷുഗർ. ഇപ്പം ഇത്ര ഉള്ളു ഗായ്സ്, എല്ലാം കഴിഞ്ഞു. ഖാലി പൈസ എല്ലാം ഗാലിയായിട്ടില്ല ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഗാലിയാകുമ്പോൾ നമുക്ക് പോയി എടുക്കാം. അപ്പം ഞാൻ അവിടുത്തെ കുറച്ചുകൂടെ വീഡിയോ എടുക്കാം കേട്ടോ. എനിക്ക് അവിടെ ആരെയും പരിചയമില്ല. എനിക്ക് സിറ്റി കളക്ഷൻ പിന്നെ പരിചയമാണ്, മറ്റേ അവിടെ പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു ഷയ്യം. ഇവനാണെങ്കിൽ മാറി അവിടെ ഇരിക്കും. എൻ്റെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഒരു സാധനം ചോദിച്ച് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമുക്ക് ഓരോ നോളജാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ നൈക്കയിൽ, ഞാനിപ്പം പറഞ്ഞു നൈക്കയിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സും പറഞ്ഞുതരാം. ഇത് നമ്മളിപ്പോൾ ഒരു സാധനം, നമ്മളിപ്പോൾ ഒരു കൺസീലർ പാലറ്റ്, ഇതിൻ്റെ തന്നെ സെയിം വേറൊരു സാധനം ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഹൈലൈറ്റിങ് കൂടെ വരും. പക്ഷേ എനിക്കറിയാം ഈ ഹൈലൈറ്റിങ്ങും ഇതും കൂടെ നമുക്ക് നടക്കുന്നില്ല. ചില സമയത്ത് ഇതിൻ്റെ സാധനം, ഇതിനകത്തൊരു സാധനമില്ലേ, അത് പോയി കഴിഞ്ഞ് ഈ വെള്ള ഒരു ഇതുപോലെ ഇവർ വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഈ സാധനം പോയത്, ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതും കൂടെ മിക്സ്ഡ് ആകാനോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് തുടച്ച് കളയാം. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ല, ഇവിടുന്ന് പറ്റിയാൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഗ്ലിച്ച് അടിക്കും. അതിൻ്റെ ആ ഗ്ലിച്ച് അടിക്കുമ്പോൾ നമുക്ക് തന്നെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പക്ഷെ അങ്ങനത്തെ കുറേ ഫൗണ്ടേഷൻ ആണെങ്കിലും നമ്മൾ നൈക്കിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും ചിലപ്പോൾ റീപ്ലേസ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ റിട്ടേൺ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് ആവശ്യമുള്ള ഷെയ്ഡ് കിട്ടില്ല. ഇതാകുമ്പോൾ നമുക്ക് പോയി ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവർ നമുക്ക് ഓരോ ടെസ്റ്ററും വെച്ചിട്ടുണ്ട് അവിടെ, ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോന്ന് നോക്കി എടുക്കാം.
അങ്ങനെ അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. നമ്മൾ ഷോപ്പിൽ പോയാൽ ഞാൻ എല്ലാം പറയണമല്ലോ. ഇപ്പൊ എനിക്ക് കുറച്ച് ബ്രാൻഡിന്റെ ഇപ്പൊ നമുക്ക് കുറച്ച് നോളജ് ഉണ്ട്, അത് വെച്ചിട്ട് പോയി എടുക്കാമെന്ന ശരിയാത്തില്ല. ഞാൻ എല്ലാം ഒന്നും നയിക്കുന്ന എടുക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും. പിന്നെ ബാക്കി ഷോപ്പിൽ പോയി എടുക്കും. ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ നോക്കിയൊക്കെ എടുക്കാം. പിന്നെ പുതിയ ബ്രാൻഡ് വരുമ്പോൾ അവരെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇന്നതാണ് അല്ലെങ്കിൽ ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇട്ട് നോക്കാം, ടെസ്റ്റർ ഉണ്ടാവും, എല്ലാം നമുക്ക് തരും. പിന്നെ പുതിയ ഇപ്പൊ നൈക്കയിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബ്രാൻഡും അതിനകത്തില്ല. ഇപ്പൊ ഷോപ്പിലുള്ള ബ്രാൻഡ് ചിലപ്പോൾ നൈക്കയിലില്ല, അങ്ങനെ. അപ്പൊ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഷോപ്പിൽ പോയി എടുക്കുമ്പോൾ കുറെ പുതിയ പ്രോഡക്റ്റ് വന്നതിന്റെ കുറെ നോളജ് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ബൈ ബൈ.